കോളേജിൽ 5786 റാങ്കിനാണ് അപ്പോൾ ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചത്. ഇതപ്പോൾ കേരളത്തിലെ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും OBC സീറ്റ് ലഭിച്ച, അതായത് സംവരണ സീറ്റ് ലഭിച്ച കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക് ആണ്. അതായത് 1,24,805 ആ കോളേജിൽ ലഭിച്ചിരിക്കുന്നത് SC കാറ്റഗറിയിൽ നിന്നും. 22,633 EWSന്റെ ലാസ്റ്റ് റാങ്ക്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ OBCയുടെ ലാസ്റ്റ് റാങ്ക് 24,152 എന്നാണ് പറഞ്ഞത്. ഒരു ടൈപ്പിംഗ് എറർ വന്നാണ് 1ഉം 4ഉം കൂടെ തിരിഞ്ഞു പോയതാണ്. ശരിക്കും 21,452 ആണ്. ഹലോ മക്കളെ, ദിസ് ഇസ് ANJ ഫ്രം ആർക്കെനെക്സ്. സോ ഓൾ ഇന്ത്യയുടെ ആദ്യ അലോട്ട്മെന്റ്, ഫസ്റ്റ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, ഇത് പ്രൊവിഷണൽ അല്ലേ, ഇത് ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലല്ലോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ആദ്യ അലോട്ട്മെന്റ് ആയിട്ട് വരിക. ഇന്ന് 11 മണി വരെയാണ്. എന്തെങ്കിലും ഇതിൽ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു വളരെ വലിയ ചേഞ്ച് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട, അങ്ങനൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കുക തന്നെ ചെയ്യാം പ്രൊവിഷണൽ അലോട്ട്മെന്റിലൂടെ. ഓക്കെ, എന്തെങ്കിലും അതിൽ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ കൊടുത്ത ഡേറ്റയും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ഏകദേശം 100% തന്നെ ഉറപ്പിക്കാം. യെസ്, അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചവരും ലഭിക്കാത്തവരും ഒക്കെ ഈ വീഡിയോ ഒന്ന് കാണുക. ഏത് ആൾക്കാരാണ് കാണേണ്ടതെന്ന് മിസ് പറയാം. അതായത് കേരളത്തിലെ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കേരള അലോട്ട്മെന്റിലൂടെയും ആ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് കയറാം. അത് മാത്രമല്ല, ഓൾ ഇന്ത്യ അലോട്ട്മെന്റിലൂടെ, ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലൂടെയും കാലിക്കട്ടും തിരുവനന്തപുരത്തും ഒക്കെ തൃശ്ശൂരും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് വന്ന് നമ്മൾ എല്ലാ കോളേജിലും കിട്ടിയ കുട്ടികളുടെ, കേരളത്തിലെ കോളേജുകളിൽ കിട്ടിയ കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക് ഒന്ന് കാണാൻ പോകും. ആർക്കൊക്കെ കിട്ടി, ഏത് റാങ്കുകാർക്കൊക്കെയാണ് കാലിക്കട്ട് കിട്ടിയത്, ഏത് റാങ്കുകാർക്കൊക്കെ ആയിരിക്കും തിരുവനന്തപുരത്ത് കിട്ടിയത്. അത് SC, ST, OBC, EWS, ജനറൽ എല്ലാ കാറ്റഗറിയും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് കേരളയുടെ അലോട്ട്മെന്റ് വരുമ്പോൾ ഇതുമായിട്ട് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ കേരളത്തിലെ നിങ്ങളുടെ സാധ്യതയും ഓൾ ഇന്ത്യയിലെ നിങ്ങളുടെ സാധ്യതയും നിങ്ങൾക്ക് മനസ്സിലാകും. ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് 2ാം ഘട്ടം സെക്കൻഡ് റൗണ്ടിൽ അപ്ലൈ ചെയ്യണോ എന്ന് ഈ റാങ്ക് രണ്ടും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. കേരളത്തിലെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് സാധ്യത കുറവാണെങ്കിൽ ഇത് വെച്ചാൽ കിട്ടുമോ, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ നോക്കുക. എല്ലാ കാറ്റഗറിയും ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള ലാസ്റ്റ് റാങ്ക്, ക്ലോസിംഗ് റാങ്ക് പറഞ്ഞിരുന്നു മക്കളെ. അപ്പൊ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു ടൈപ്പിംഗ് എറർ വന്നിരുന്നു. 24,152 പകരം 4 തിരിഞ്ഞു പോയിട്ട് നമ്മൾ 21,452 പകരം നമ്മൾ 24,152 എന്നാ പറഞ്ഞത്. അതൊന്ന് ഞാൻ ഇവിടെ ക്ലാരിഫൈ ചെയ്യാണ്. ഓക്കെ, കമന്റ് ബോക്സിൽ ക്ലാരിഫൈ ചെയ്തിരുന്നു, എന്നാലും ഒന്നും കൂടി പറയാണ്. കാരണം നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഇത് ഫോളോ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി പറയണ. ഇതാണ് OBCയുടെ ഓൾ ഇന്ത്യ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. അപ്പൊ ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇതിലും റാങ്ക് ഉണ്ടല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പൊ ഇത് ഇന്ത്യ ഒട്ടാകെയുള്ള മുഴുവൻ ഗവൺമെന്റ് കോളേജുകളുടെയും കാര്യമാണ്. മുഴുവൻ ഗവൺമെന്റ് കോളേജുകളുടെയും 15% സീറ്റിൽ കിട്ടിയ കുട്ടികളുടെ കാര്യമാണ്. അപ്പൊ ഈ റാങ്ക് വരെ ഉള്ളവർക്ക് ആദ്യ അലോട്ട്മെന്റിൽ വെച്ചു. നിങ്ങൾ എല്ലാ കോളേജും വെക്കണമെന്ന് നിർബന്ധം ഇല്ലല്ലോ. നിങ്ങൾ ചിലപ്പോൾ കർണാടകയിലെ ഒരു കോളേജ് വെച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പല കോളേജുകളും വെച്ചിട്ടുണ്ടാവില്ല. അവിടെയൊക്കെ കിട്ടിയ കുട്ടികളുടെ എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് കേരളവും തമിഴ്നാടും കർണാടകയും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് കിട്ടുന്ന ക്ലോസിംഗ് റാങ്ക് ആണിത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കണ്ടു. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇനി അറിയേണ്ടത് കേരളത്തിലെ 12 ഗവൺമെന്റ് സെക്ടറിലുള്ള മെഡിക്കൽ കോളേജുകൾ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ, ആലപ്പുഴ TD മെഡിക്കൽ കോളേജ് പോലെയുള്ള മെഡിക്കൽ കോളേജുകളിൽ ഇപ്പൊ 100 സീറ്റ് ഉള്ളിടത്ത് 15 സീറ്റ് ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് പോകുന്നത്. അപ്പൊ സെക്കൻഡ് റൗണ്ടിൽ, ഫസ്റ്റ് റൗണ്ടിൽ അപ്ലൈ ചെയ്യാത്തവർ കാണും, ചെയ്തവർ കാണും. എല്ലാവരും ശ്രദ്ധിക്കുക. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങളുടെ സാധ്യത നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഈ പറയുന്ന റാങ്കും കേരള അലോട്ട്മെന്റ് വരുമ്പോൾ അതിന്റെ റാങ്കും കൂടെ ഒന്ന് കമ്പയർ ചെയ്തോളൂ, നിങ്ങളുടെ റാങ്ക്. യെസ്, ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് ഓപ്പൺ കാറ്റഗറി തന്നെ നോക്കാം. ഇവിടെ യാതൊരു വിധത്തിലുള്ള റിസർവേഷനും ഇല്ല കേട്ടോ. അതായത് നിങ്ങൾ ഏത് കാറ്റഗറി ആയിക്കോട്ടെ, നിങ്ങൾ ജനറലിൽ പെടുന്നവരായിക്കോട്ടെ, നിങ്ങൾ OBCയിൽ പെടുന്നവരായിക്കോട്ടെ, നിങ്ങൾ SCയോ STയോ, നിങ്ങൾ ഏത് കാസ്റ്റ് ആണെങ്കിലും ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും പ്രശ്നമില്ല. നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങളെ ഓപ്പൺ കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ് ചിലർക്ക് ജനറൽ എന്ന് കാണിച്ചേക്കുന്നത്, ചില കുട്ടികൾ OBC എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ ഇപ്പൊ നിങ്ങൾ OBCയിൽ വരുന്ന ഒരു കുട്ടിയാണ്, നിങ്ങൾ മുസ്ലിം കാറ്റഗറിയിൽ പെടുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഈഴവ കാറ്റഗറിയിൽ പെടുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആദ്യം മക്കളെ കൺസിഡർ ചെയ്യുക ഓപ്പൺ സീറ്റുകളിലേക്ക്, ജനറലിലേക്ക്. അവിടെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല, അവിടെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ അടുത്ത OBCയിലേക്ക് പരിഗണിക്കുക.
അതൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്ക് എന്തായാലും സീറ്റ് കിട്ടണം, നമുക്ക് എന്താ ലാസ്റ്റ് റാങ്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ജനറലും ഒ ബി സിയും കണ്ട് കൺഫ്യൂസ്ഡ് ആവേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഓപ്പൺ കാറ്റഗറിയുടെ കാര്യമാണ്. ഏത് കാസ്റ്റ് ആണോ ഏത് കമ്മ്യൂണിറ്റി ആണോ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 1173 റാങ്കിന് കാലിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിലാണ്, റിസർവേഷൻ ഒന്നുമില്ല. ഒ ബി സിയുടെയും എസ് സിയുടെയും എസ് ടിയുടെയും ഒക്കെ ഞാൻ അടുത്ത സെക്ഷനിൽ പറയാം. അപ്പൊ ഇപ്പൊ ഇത് ഓപ്പൺ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ 1173 ഓൾ ഇന്ത്യ റാങ്കിനാ, കേരള റാങ്ക് അല്ല കേട്ടോ. ഓൾ ഇന്ത്യ റാങ്ക് 1173 കാലിക്കറ്റ് കിട്ടി. 1679 ട്രിവാൻഡ്രത്ത് കിട്ടിയിട്ടുണ്ട്. 2172 കോട്ടയത്ത് കിട്ടിയിട്ടുണ്ട്. 2709 തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്. 3410 ടി ഡി മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ കിട്ടിയിട്ടുണ്ട്. 3644 മഞ്ചേരി മലപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്. 3969 എറണാകുളത്ത് കിട്ടിയിട്ടുണ്ട്. 4510 കണ്ണൂർ കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണ്, നമ്മുടെ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ. 5000 റാങ്കിന് കൊല്ലം പാരിപ്പള്ളിയിൽ കിട്ടിയിട്ടുണ്ട്. അവിടെ ESI സീറ്റുകൾ വേറെ ഉണ്ട്. യെസ്. 5238 പാലക്കാട് ലഭിച്ചിട്ടുണ്ട്. 5267 പാലക്കാട് ഒ ബി സി കാറ്റഗറിയാണ്. 5392 എല്ലാം ഓപ്പൺ കാറ്റഗറിയിലാണ്. കുട്ടിയുടെ കാറ്റഗറി ഒ ബി സി ആണ്. 5392 ഇടുക്കിയിലും 5786 പത്തനംതിട്ടയിലും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റാങ്കുകാർക്കൊക്കെ ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ കൂടി, യാതൊരു വിധത്തിലുള്ള റിസർവേഷൻ ഇല്ലെങ്കിൽ കൂടി ഈ കോളേജുകളിലേക്ക് ഈ റാങ്ക് വരെ ഫസ്റ്റ് റൗണ്ടിൽ പ്രൊവിഷണൽ ആയിട്ട് വന്ന അലോട്ട്മെന്റ് പ്രകാരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഒ ബി സി ആണ്. ഒ ബി സി അതായത് സംവരണ സീറ്റുകൾ. ഇത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഈ സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ, ഈ സീറ്റ് കിട്ടില്ല, പ്രത്യേകിച്ച് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഈ സീറ്റ് കിട്ടില്ല. അല്ലെങ്കിൽ SC കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഈ സീറ്റ് കിട്ടില്ല. ഒ ബി സി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം. അപ്പോൾ ഒ ബി സിക്കാര് ഒന്ന് ശ്രദ്ധിക്കുക. ഒ ബി സിയിൽ ഏത് റാങ്ക് വരെയാണ് കിട്ടിയത്? ഫസ്റ്റ് റൗണ്ടിൽ, റൗണ്ട് 1ൽ നിന്ന് നമുക്ക് നോക്കാം. നമ്മൾ കോഴിക്കോട്ടെയും തിരുവനന്തപുരത്തെ ഒക്കെ നോക്കുകയാണ്. യെസ്, അപ്പോൾ നമുക്ക് കോഴിക്കോട് നോക്കാം. കാലിക്കറ്റ് ഓൾ ഇന്ത്യ റാങ്ക് 1553 മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ തിരുവനന്തപുരത്ത് 2301 കിട്ടിയിട്ടുണ്ട്. 2835 കോട്ടയത്ത് കിട്ടിയിട്ടുണ്ട്. 3275 തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്. 3940 ആലപ്പുഴയിൽ കിട്ടിയിട്ടുണ്ട്. 4577 എറണാകുളത്ത് കിട്ടിയിട്ടുണ്ട്. 4799 കണ്ണൂര്. 4969 4969 മഞ്ചേരി മലപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്. 5520 കൊല്ലത്ത്. 6038 പാലക്കാട് കിട്ടിയിട്ടുണ്ട്. 6039 പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടുണ്ട്. 6436 ഇടുക്കിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 6500 വരെയാണ് ഒ ബി സി കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒ ബി സി കാറ്റഗറിയിൽ പെടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ 6436 റാങ്ക്, ഏകദേശം 6500 റാങ്കുകാരന് വരെ ഒ ബി സി കാറ്റഗറിയിൽ ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടി. 6500 എവിടെ കിട്ടി? കേരളത്തിൽ കിട്ടി. ഓക്കെ, കേരളം കൂടാതെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ സീറ്റ് ഉണ്ട്. അവിടുത്തെ ക്ലോസിംഗ് റാങ്ക് ഇതല്ല. അവിടുത്തെ MBBSന്റെ ക്ലോസിംഗ് റാങ്ക് നമ്മൾ പറഞ്ഞു. ഒ ബി സിയുടെ ക്ലോസിംഗ് റാങ്ക് എത്രയാ? 21,452. 21,452. ഇതിൽ ഏകദേശം ഒരു 6500 7000-നുള്ളിൽ വന്നവർക്ക് മാത്രമാണ് കേരളത്തിൽ കിട്ടിയത്. ബാക്കി സ്റ്റേറ്റുകളുടെ കാര്യമല്ല പറയുന്നത്, കേരളത്തിന്റെ കാര്യമാണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ST കാറ്റഗറി. ST കാറ്റഗറി, SC കാറ്റഗറി, EWS, ഇത് മുഴുവൻ നമ്മൾ നോക്കുമേ. യെസ്, അപ്പൊ അടുത്തത് ST കാറ്റഗറിയാണ്. കോന്നിയിൽ കിട്ടിയിരിക്കുന്നത് 1,24,805 കോന്നി മെഡിക്കൽ കോളേജിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 1.25 ലക്ഷത്തിനുള്ളിൽ വരുന്ന ആളുകൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അവർക്ക് ഏകദേശം. അപ്പൊ സെക്കൻഡ് റൗണ്ടിൽ അത് കഴിഞ്ഞിട്ടും ഓൾ ഇന്ത്യ റാങ്ക് ആണെന്നുള്ളത് മനസ്സിലാക്കണം, കേരള റാങ്ക് അല്ല. 1,22,869 പാലക്കാട് കിട്ടിയിട്ടുണ്ട്. 1,22,317 ഇടുക്കിയിൽ കിട്ടിയിട്ടുണ്ട്. 1,14,542 കണ്ണൂർ പരിയാരത്ത് കിട്ടിയിട്ടുണ്ട്. 1,13,270 ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ ലഭിച്ചിട്ടുണ്ട്. 1,12,318 കൊല്ലത്ത് ലഭിച്ചിട്ടുണ്ട് പാരിപ്പള്ളിയിൽ. 1,11,935 എറണാകുളത്ത് ലഭിച്ചിട്ടുണ്ട്. 1,11,918 മഞ്ചേരിയിലും. 1,15,571 തൃശ്ശൂരും.
96,851 കോട്ടയത്തും 90,752 ട്രിവാൻഡ്രത്തും 75,126 75,126 കാലിക്കട്ടും അഡ്മിഷൻ ലഭിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഏകദേശം കാലിക്കറ്റിലൊക്കെ വന്നിരിക്കുന്ന റേഞ്ച് ഏകദേശം 75,000 ആ ഒരു റേഞ്ചുകാർക്കാണ് ST കാറ്റഗറിയിൽ ഓൾ ഇന്ത്യ തലത്തിൽ കോഴിക്കോട് ലഭിച്ചു. ആ കുട്ടി മലയാളി ആവണമെന്നുണ്ടോ? ഇല്ല. ആർക്ക് വേണമെങ്കിലും ഈ സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. തമിഴ്നാട്ടിലുള്ള കുട്ടിക്ക് പഠിക്കാം, കർണാടകത്തിലുള്ള കുട്ടിക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് STയുടെ ക്ലോസിംഗ് റാങ്ക് വന്നത്. അടുത്തത് SC ആണ്. ഈ റാങ്കർക്ക് കിട്ടിയെന്നുള്ളൂ, പല പല കോളേജിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, SC കാറ്റഗറി 15,754 കാലിക്കട്ട് ലഭിച്ചിട്ടുണ്ട്, 36,729 ട്രിവാൻഡ്രത്തും, 47,034 കോട്ടയത്ത് കിട്ടിയിട്ടുണ്ട്, 48,613 തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്, 51,931 ആലപ്പുഴയിൽ കിട്ടിയിട്ടുണ്ട്, 53,765 എറണാകുളത്ത് കിട്ടിയിട്ടുണ്ട്, 60,586 മലപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്, 67,550 കണ്ണൂർ കിട്ടിയിട്ടുണ്ട്, 68,567 കൊല്ലത്ത് ലഭിച്ചിട്ടുണ്ട്, 71,598 ഇടുക്കിയിലും, 71,625 പാലക്കാടും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഗവൺമെന്റ് MBBS സീറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കുട്ടികൾക്കെല്ലാം എന്ത് ലഭിച്ചു? കേരളത്തിൽ ഒരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടി. അടുത്തത് ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണ്. EWS കാറ്റഗറി, മുന്നോക്ക വിഭാഗങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള സീറ്റാണ്. 8,450 ട്രിവാൻഡ്രത്ത് കിട്ടി, 8,702 കാലിക്കട്ട് കിട്ടിയിട്ടുണ്ട്, 11,657 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്, 13,617 മഞ്ചേരിയിൽ, 13,677 കോട്ടയത്ത്, 14,696 ആലപ്പുഴയിൽ ലഭിച്ചിട്ടുണ്ട്, 16,822 എറണാകുളത്തും, 18,125 കൊല്ലത്തും, 18,882 പാലക്കാടും, 22,337 ഇടുക്കിയിലും, 22,633 കോന്നിയിലും അഡ്മിഷൻ ലഭിച്ചു. അപ്പൊ ഏകദേശം ഒരു 22,600 25,000 ഓൾ ഇന്ത്യ റാങ്ക് 25,000 EWSന് കിട്ടിയത്. ഓക്കെ അല്ലേ? ഇക്കണോമിക്കലി വീക്കർ സെഷന് കിട്ടിയത്. അപ്പൊ കുറെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറെ അധികം കോളേജുകൾ, ആ കോളേജുകളുടെ റാങ്ക്, ഏത് റാങ്കുകാർക്ക് ഏകദേശം ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു. ഇനി കേരളയുടെ ആദ്യ അലോട്ട്മെന്റ് കൂടി വന്നാൽ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യാം. നമ്മൾ ഓൾ ഇന്ത്യ 2ാം ഘട്ടത്തിലേക്ക് പോകുന്നതാണോ സേഫ്, അതോ കേരളത്തിൽ തന്നെ നമുക്ക് സാധ്യതയുണ്ടോ എന്നൊക്കെ കേരളയുടെ അലോട്ട്മെന്റ് കൂടി വന്നാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകും. ഓക്കെ, അതിനുശേഷം റിപ്പീറ്റ് ചെയ്യണോ, ഈ വർഷം തന്നെ ആഗ്രഹിച്ച സീറ്റ് കിട്ടുമോ എന്നൊക്കെ ഏകദേശം കുഞ്ഞുങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം. ഇനി നിങ്ങൾ ആഗ്രഹിച്ച സീറ്റ് കിട്ടുന്നില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടെങ്കിൽ കേരളയുടെ ആദ്യ ഒരു പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നു, അതിന്റെ ഏകദേശം ഡേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലും വലിയ മാറ്റം ഇനി വരുന്നതിൽ വരുമോ എന്ന് അറിയില്ല, ഏകദേശം അതൊക്കെ തന്നെയായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് തീരുമാനിച്ചോ. കാരണം ഇനി അടുത്ത നീറ്റ് എക്സാമിന് വളരെ കുറച്ച് മാസങ്ങളാണ്, ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. മാൻഡേറ്ററി ആയിട്ടും ഫസ്റ്റ് ആയിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ ആ പ്രിപ്പറേഷൻസ് ആരംഭിക്കണം. യെസ്, അപ്പോൾ എല്ലാവർക്കും ആഗ്രഹിച്ച സീറ്റ് തന്നെ കിട്ടട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ തന്നെ കിട്ടട്ടെ. യെസ്, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. ബൈ.